ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആശാ വർക്കർ ആണ്. ആശയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ആശയ്ക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ പങ്കുകളുണ്ട്, അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് നിങ്ങളുടെ ഈ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, PSC എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഇപ്പം നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ PSC എക്സാമിനും അത് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് ആ, പറയുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നോട്ട് ചെയ്ത് വെക്കാൻ നോക്കുക. ആദ്യം നമുക്ക് ആശയുടെ ഡെഫിനിഷൻ പഠിക്കാം. ആശ ഈസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ഹെൽത്ത് റിലേറ്റഡ് ഡിമാൻഡ്സ് ഇൻ ഹെർ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ഫോർ വുമൺ ആൻഡ് ചൈൽഡ് ഹു ഹാവ് ഡിഫിക്കൽട്ടി ആക്സസിങ് ഹെൽത്ത് സർവീസസ്. അതായത് ഒരു ആശ അല്ലെങ്കിൽ ആശാ വർക്കർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെടാൻ പറ്റിയ ആദ്യത്തെ ആളാണ്. അതായത് ഇപ്പം സ്പെഷ്യൽ ആയിട്ട് അത് ആർക്ക് വേണ്ടിയിട്ട്, ഏറ്റവും പ്രത്യേകിച്ച് വുമൺ ആൻഡ് ചിൽഡ്രൻ, ഒരു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും ആവശ്യമായ സമയത്ത് ആ, ആരോഗ്യപരമായ സേവനങ്ങൾ നൽകാൻ ഏറ്റവും ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ആശാ വർക്കർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇപ്പം അടുത്ത പറയാൻ പോകുന്നത് ആശയുടെ എക്സ്പാൻഷൻ ആണ്. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ആശയുടെ ഒക്കെ ഇതുപോലെയുള്ള എക്സ്പാൻഷൻസ്. അപ്പം നിങ്ങൾ അത് മാക്സിമം എഴുതി വെക്കുക. ആശയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. അതായത് ഒന്നുകൂടെ പറയാം, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതാണ് ആശയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറഞ്ഞു ഈ ടോപ്പിക്കുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ എക്സാമിനും അതുപോലെ തന്നെ PSCക്കും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചോളുക. അപ്പം ആശയുടെ പോപ്പുലേഷൻ ആണ് പറയുന്നത്. ആശയുടെ പോപ്പുലേഷൻ ആണ് അടുത്ത പോയിന്റ് പറയുന്നത്. 1000 പോപ്പുലേഷന് ഒരു ആശ, അതാണ് ആശയുടെ പോപ്പുലേഷൻ. മറക്കരുത്, 1000 പോപ്പുലേഷൻ ആണ് ഒരു ആശ. അടുത്ത സ്ലൈഡിലേക്ക് പോകാം നമുക്കിന്ന്. അടുത്ത സ്ലൈഡില് സെലക്ഷൻ ഓഫ് ആശ, ആശയെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഒരു ആശാ വർക്കറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആശ മസ്റ്റ് ബി റെസിഡന്റ് ഓഫ് ദ വില്ലേജ്. ഒരു വില്ലേജില് താമസിക്കുന്ന ആളായിരിക്കണം ആ വില്ലേജിലെ ആശാ വർക്കർ എന്ന് പറയുന്ന ആള്. ആശാ വർക്കർ ആ വില്ലേജിൽ തന്നെ താമസിക്കുന്ന ആളായിരിക്കണം ആശയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, ഏജ് ആണ് പറയുന്നത്, ഏജ് ഗ്രൂപ്പ്. ആശാ വർക്കർ ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം പറയുന്നത് എന്താന്ന് വെച്ചാൽ 25 മുതൽ 45 വയസ്സ് വരെ, 25 വയസ്സ് മുതൽ 45 വയസ്സിനിടയിലുള്ള ആളായിരിക്കണം ആശാ വർക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കേണ്ട ആളെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ക്യാൻ ബി മാരീഡ്, വിഡോ ഓർ ഡിവോഴ്സ്ഡ്. മാരീഡ് ആയിട്ടുള്ളവർ, അതായത് ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ ആവാം, അല്ലെങ്കിൽ വിഡോ, ഇപ്പൊ ഭർത്താവ് മരിച്ചുപോയ ഒരാളാവാം, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ്, വിവാഹബന്ധം വേർപെടുത്തിയ ഒരാളാവാം. അതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു ആശാ വർക്കറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. കല്യാണം കഴിച്ച ആളാവാം, ഭർത്താവ് മരിച്ചുപോയ ഒരാളാവാം, അല്ലെങ്കിൽ ബന്ധം ഏർപ്പെടുത്തിയ ഒരാളാവാം. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. എഡ്യൂക്കേഷൻ മറന്നുപോലും ഒരിക്കലും. ആശയുടെ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മാർക്ക് ചെയ്ത് വെച്ചോ, എക്സാംസിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ഇത്. അപ് ടു 8th ക്ലാസ്, അതായത് 8ാം ക്ലാസ്സോ അതിനോ മേളിലോ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാളായിരിക്കണം ആശാ വർക്കർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾ അത് പോയിന്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ അടുത്ത സ്ലൈഡാണ് പോപ്പുലേഷൻ നോംസ്. നമ്മൾ ഓൾറെഡി മേളിൽ പറഞ്ഞിരുന്നു, ഒരാശയ്ക്ക് 1000 പോപ്പുലേഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതൊക്കെ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. ഇപ്പൊ ആശ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ നമ്മുടെ മനസ്സിൽ വരണം, ഇപ്പം ആശയുടെ പോപ്പുലേഷൻ 1000 ആണ്. ആശയുടെ ഇതുപോലെ തന്നെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്, എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും കൊണ്ടുവരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടല്ലോ. അടുത്തത്, ആശ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2005 അണ്ടർ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അതായത് NRHMന്റെ അണ്ടറിലാണ് ആശ
എന്ന് പറയുന്ന ഇത് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. 2005 NRHM, അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലാണ് ആശ എന്ന സ്കീം വന്നിരിക്കുന്നത്. ഓർത്തേക്കുക എല്ലാവരും. അപ്പം അടുത്തത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പം ഇനി നമ്മൾ അവരുടെ മെയിൻ റോൾസും റെസ്പോൺസിബിലിറ്റീസും ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയാം. ആശ ക്രിയേറ്റ്സ് അവയർനെസ് ഇൻ ദ കമ്മ്യൂണിറ്റി about hygiene, nutrition, sanitation and available health services. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആശ ക്രിയേറ്റ്സ് അവയർനെസ്, ഒരു കമ്മ്യൂണിറ്റിയിൽ ബോധവൽക്കരണം നടത്തുക. എന്തിനെ കുറിച്ചൊക്കെയാ ബോധവൽക്കരണം നടത്തുന്നത്? ഹൈജീൻ, ശുചിത്വത്തെ പറ്റി, ന്യൂട്രീഷൻ, പോഷകാഹാരം, അതുപോലെ തന്നെ സാനിറ്റേഷൻ, ശുചീകരണം അല്ലെങ്കിൽ പൊതുജനാരോഗ്യം, അതുപോലെ തന്നെ അവൈലബിൾ ഹെൽത്ത് സർവീസസ്, ലഭ്യമായ ആരോഗ്യ സേവനങ്ങളെ പറ്റിയുള്ള ഒരു അവയർനെസ് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം അത് ആശാ വർക്കറിൻ്റെതാണ്. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. ഷീ കൗൺസിൽസ് വുമൺ ഓൺ പ്രഗ്നൻസി കെയർ, സേഫ് ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിംഗ്, ചൈൽഡ് കെയർ, ഫാമിലി പ്ലാനിങ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. അതായത് ആശയുടെ അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഒരു സ്ത്രീയെ കൗൺസിൽ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുക. എന്തിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി കെയർ, ഗർഭധാരണ പരിചരണം, അതുപോലെ തന്നെ സേഫ് ഡെലിവറി, സുരക്ഷിതമായ പ്രസവം, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടൽ, ചൈൽഡ് കെയർ, ശിശു സംരക്ഷണം, അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, കുടുംബാസൂത്രണം, പ്രതിരോധ കുത്തിവയ്പ്പ്. അപ്പൊ ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രഗ്നൻസി കെയർ, സേഫ് ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിങ്, ചൈൽഡ് കെയർ, ഫാമിലി പ്ലാനിങ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, ഇതിനൊക്കെ ഉള്ള ഒരു കൗൺസിലിംഗ് ആശമാര് സ്ത്രീകൾക്ക് നൽകിയിരിക്കണം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. ഷീ മോട്ടിവേറ്റ്സ് പീപ്പിൾ ടു യൂസ് ഹെൽത്ത് സർവീസസ് അറ്റ് അംഗൻവാടി, സബ് സെന്റർ ആൻഡ് PHSC. അതായത് ആശാ വർക്കറിന്റെ അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത്. ഷീ മോട്ടിവേറ്റ്സ് പീപ്പിൾ ടു യൂസ് ഹെൽത്ത് സർവീസസ് അറ്റ് അംഗൻവാടി, സബ് സെന്റർ ആൻഡ് PHSC. അതായത് PHSC ലെവൽ, അംഗൻവാടി ലെവൽ, അതുപോലെ തന്നെ സബ് സെന്റർ ലെവലിലൊക്കെ ഉള്ള ഹെൽത്ത് സർവീസസിനെ പറ്റി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, അല്ലെങ്കിൽ അതിനെ പറ്റി ഒക്കെ ഉപയോഗിക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ആശാ വർക്കറിനാണുള്ളത്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ്. ആശ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ വില്ലേജ് ഹെൽത്ത് പ്ലാൻ വിത്ത് ലോക്കൽ കമ്മിറ്റീസ്. അതായത് പ്രാദേശിക കമ്മിറ്റികളുമായിട്ട് ചേർന്ന് ആ ഒരു ഗ്രാമത്തിലെ ആരോഗ്യ പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിൽ ഹെൽപ്പ് ചെയ്യേണ്ടത് ആരാണ്? ആശാ വർക്കറാണ്. ഒരു ലോക്കൽ കമ്മിറ്റിയുമായിട്ട് ചേർന്ന് ആ ഒരു വില്ലേജിലെ ആരോഗ്യ പദ്ധതികൾ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരോഗ്യ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും അതുപോലെ തന്നെ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ആശയുടെ ഉത്തരവാദിത്തമാണ്. അടുത്തൊരു പോയിന്റ്. ഷീ എസ്കോർട്സ് പ്രഗ്നന്റ് വുമൺ, ന്യൂ ബോൺ ആൻഡ് സിക്ക് ചിൽഡ്രൻ ടു ഹെൽത്ത് ഫെസിലിറ്റീസ് വെൻ നീഡഡ്. അതായത് ഇപ്പം മേളിലൊരു പറഞ്ഞ ഒരു പോയിന്റുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു പോയിന്റ് തന്നെയാണിത്. അതായത് ഇപ്പം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി, അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ നവജാത ശിശു, അല്ലെങ്കിൽ സിക്ക് ചിൽഡ്രൻ, ഇപ്പം എന്താ പറയുന്നത്, സിക്ക് ചിൽഡ്രൻ, വയ്യാഴിക ഉള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒരു ഹെൽത്ത് ഒരു ഫെസിലിറ്റി അവർക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ആശയുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഓർത്ത് വെച്ചേക്കുക. She provides basic first aid and support treatment programs like DOTS for TB patient. അപ്പം TB പേഷ്യൻസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഡോട്ട്സ് ട്രീറ്റ്മെന്റ് പ്രോഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷയൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ജോലിയും നമ്മുടെ ആശാ വർക്കറിനുണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള
രീതിയിലാണ് നമ്മളിവിടെ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. ആശ മെയിൻറ്റെയിൻസ് എ സ്മോൾ സ്റ്റോക്ക് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ് ലൈക്ക് ORS, IFA, കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് ബേസിക് ഡ്രഗ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ആശ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം? എപ്പോഴും ഒരു ആശാ വർക്കറിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയൊരു സ്റ്റോക്ക് ആണ്, എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസിന്റെ ഒരു സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ ORS, ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്, അതുപോലെ തന്നെ IFA, അയൺ ആൻഡ് ഫോളിക് ആസിഡ്, അതാണ് IFA എന്ന് പറയുന്നത്. കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭനിരോധന മാർഗം, അതിനെയാണ് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബേസിക് ഡ്രഗ്സ് ആയിട്ടുള്ള ഇപ്പം പാരസെറ്റമോൾ ഉള്ള ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് ആ ഒരു പോയിന്റ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഗൈസ്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷീ റെഗുലർലി റിപ്പോർട്ട്സ് ബർത്ത്, ഡെത്ത് ആൻഡ് എനി അൺയൂഷ്വൽ ഇൽനെസ് ഓർ ഔട്ട് ബ്രേക്ക് ഇൻ എ വില്ലേജ്. അതായത് ബർത്ത് ബർത്ത് ഡെത്ത്, അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇൽനെസ്, ഇപ്പം പ്രത്യേകിച്ച് ഒരു പുതിയൊരു ഇൽനെസ്സോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ, അവിടെ യൂഷ്വൽ അല്ലാത്ത രീതിയിലുള്ള പുതിയതായിട്ട് ഒരു എന്തെങ്കിലും ഒരു ഇൽനെസ് ഉണ്ടാവോ, അല്ലെങ്കിൽ ഒരു ഔട്ട് ബ്രേക്ക്, ഇപ്പൊ പെട്ടെന്ന് ഒരു കോളറ, ടൈഫോയിഡ് പോലുള്ള ഒരു ഔട്ട് ബ്രേക്ക് ഒക്കെ ഒരു വില്ലേജിൽ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു ആശാ വർക്കറിൻ്റെതാണ്. അടുത്തത് ആശ പ്രൊമോട്ട്സ് ക്ലീൻലിനെസ്, സേഫ് വാട്ടർ ആൻഡ് ടോയ്ലറ്റ് കൺസ്ട്രക്ഷൻ ഇൻ എവറി ഹൗസ് ഹോൾഡ്. എല്ലാ വീടുകളിലും വൃത്തിയും ശുചിത്വവും, അതുപോലെ തന്നെ അവിടുത്തെ വാട്ടർ സപ്ലൈ ഒക്കെ വളരെ സേഫ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ വൃത്തിയുള്ള വെള്ളം ആണ്, അല്ലെങ്കിൽ നല്ല കുടിവെള്ളം ഒക്കെ വളരെ സേഫ് ആണോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു വീട്ടിൽ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ, എല്ലാ വീടുകളിലും ടോയ്ലറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ, ശുചിമുറികളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ആശാ വർക്കറിന് എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റിലേക്ക് പോവാം. ഷീ ഇൻവോൾവ്സ് ദ കമ്മ്യൂണിറ്റി ഇൻ ഹെൽത്ത് ആക്ടിവിറ്റീസ് ആൻഡ് എൻകറേജസ് ഹെൽത്തി ബിഹേവിയർ. അതായത് ആരോഗ്യ പ്രവർത്തനങ്ങളിൽ സമൂഹത്തെ ഉൾപ്പെടുത്തുകയും ആ ഒരു കമ്മ്യൂണിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഹെൽത്ത് പരമായിട്ടുള്ള ബിഹേവിയറുകൾ ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം ആശാ വർക്കറിൻ്റെതാണ്. അപ്പൊ അതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആശയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇതിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഇതൊക്കെ എടുത്ത് കേൾക്കുക. പിന്നെ നോട്ട് ചെയ്യാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്തായാലും ഓർത്ത് വെച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇവിടെ മാത്രമല്ല ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പിന്നീട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു എക്സാംസിന്, അതായത് ഒരു PSC ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഉറപ്പായിട്ടും വരുന്ന കുറെ പോയിന്റ്സ് ഞാൻ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രത്യേകിച്ച് ആ പോപ്പുലേഷനും എക്സ്പാൻഷനും ഒക്കെ മറക്കാതിരിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്.